الكريم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം, അവരുടെ കരുണ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി തൗഫീഖ് നൽകി. ആദ്യമായി ഞാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് പോയ മുഴുവൻ ആൾക്കാരെയും ഒന്ന് ഓർമ്മിക്കുകയാണ്. നമ്മളുടെ മൗലാന മുതൽ ഈപ്പാവ മുതൽ ഒരുപാട് നമ്മളുടെ കൂട്ടുകാർ, നമ്മളുടെ ആലിമീങ്ങൾ, മുതിർന്നവർ, ഉസ്താദുമാർ, അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായ പലരും, നമ്മളുടെ കൂട്ടത്തിൽ പഠിച്ച കളിച്ച പലരും നമ്മളിൽ നിന്നും യാത്രയായി. അവരെല്ലാം ഇത്തരണത്തിൽ ആദ്യമായിട്ട് ഓർക്കുകയാണ്. സുലൈമാൻ ഉസ്താദ് എത്തിക്കില്ല, അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് നീട്ടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്ന തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് അത്ര വലിയ കറക്റ്റായിട്ട് ഒരു തർത്തീബിലൊന്നും പോവില്ല, കാര്യങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ദുആ ഉണ്ടായാൽ മതി. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. നമ്മുടെ ജാമിഅത്തുൽ കൗസരിയയിൽ പഠിച്ച മുഴുവൻ ഫുദലാക്കൾ, ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ച ആലിമീങ്ങൾ, ഹാഫിലീങ്ങൾ, അതല്ലാതെ തന്നെ ഇവിടെ പഠിച്ച് പോയ ആൾക്കാർ, മദ്രസയുമായി ബന്ധപ്പെട്ട മുഴുവൻ പേര്, ജാമിഅത്തുൽ കൗസരിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് മദ്രസകൾ, ആ മദ്രസയിൽ പഠിച്ച ആലിമീങ്ങൾ, നമ്മളുടെ നെഹ്ജിലുള്ള ആലിമീങ്ങൾ, മുഴുവൻ പേരും അൽഹംദുലില്ലാഹ് ഒരു ഫിക്റിനും വേണ്ടി എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. എന്താണ് 50? എവിടെ നോക്കിയാലും 50 ഉണ്ട്. തമാശയായിട്ടാണെങ്കിലും പലരും പറയാറുണ്ട്, ഇത് നമ്മളെ കാറിലെല്ലാം 50 ആക്കി, തിരിച്ചതിന് ജുബയിൽ പോകുമ്പോൾ 50 ഒട്ടിച്ചിട്ട് വിടുമോ? ചില ആൾക്കാർ എത്ര 50ൻ്റെ ഫിക്റായി എന്ന് ചോദിച്ചാൽ രാത്രി വീട്ടിൽ നിന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി, നെട്ട് എണീക്കുന്ന പോലെ അങ്ങനെ ഉറക്കത്ത്, ഇത് 50 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എല്ലാവരും വരാനും വേണ്ടി, എല്ലാവർക്കും ഒരു ആഗ്രഹത്തിനും വേണ്ടി ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത്. നമുക്ക് ഒരുമിച്ച് കൂടണം, ഫിക്ർ ചെയ്യണം. സത്യത്തിൽ ഇത് വലിയ ഉത്തരവാദിത്തമാണ്, അസ്മാണ്. കാരണം 2 പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്ന്, ഭാവി തലമുറയുടെ ദീൻ ഒരു വലിയ വിഷയമാണ്. പല രൂപത്തിലും അവർ തെറ്റിദ്ധാരണയിലും, അവരെ പല രൂപത്തിലും എങ്ങോട്ടല്ലോ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ചെറുപ്പക്കാരെല്ലാം അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ പോലും ഇതിൻ്റെ അവസ്ഥ എത്തിത്തുടങ്ങി, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള രൂപമാണുള്ളത്. ഒരു ഭാഗത്ത് ദീനിയായ രൂപം, വേറൊരു ഭാഗം നമ്മളുടെ നാടിൻ്റെ അവസ്ഥ. ഇത് രണ്ടും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു അത്യാസന്ന ഘട്ടത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളായ നമുക്ക് വലിയ അമാനത്തിനെ നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ വിറാസത്ത് ആണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ആ പ്രസംഗം കേട്ട് 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 നമ്മളെ ചെവി എന്തെല്ലോ ആയി. ഇന്ന് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, കുറേയും കൂടി ഉഷാറായി, ഉത്സാഹത്തോടു കൂടി, വളരെ ഭംഗിയായ രൂപത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു സന്ദർഭം നമ്മളടുത്ത് എത്തിയിരിക്കുക. ശരിക്കും ഒരു വളരെ അത്യാസന്ന ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാജിബായിരുന്നോ അല്ല അതിൻ്റെ അപ്പുറത്തേക്കോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും നിർബന്ധമായ അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ ഒരു വിഷയത്തിലേക്കാണ് ഇവിടെയുള്ള ഈ 2 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഫിക്കറുകളും ഉള്ളത്. പരസ്പരം മഷ്വറ ചെയ്യാമെന്ന് പറഞ്ഞാൽ
അത് മഷൂറ ചെയ്ത് ഒരു കാര്യം തീരുമാനിക്കണമെന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള ചിന്തകളുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള കഴിവുകളുണ്ടാവും. ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു ഫിക്കറാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ പേരിൽ ഇന്ന് ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മക്തബ് തന്നെയാണ്. നമ്മുടെ നാടുകളിലെ മുക്കിലും മൂലയിലും പ്രാഥമിക വിദ്യാഭ്യാസം വളരെ ഉഷാറായിരിക്കണം. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേരളം ഭയങ്കര ഉഷാറാണ്, ബാക്കിയുള്ളവർ പറയുന്നത് കേരളത്തിൻ്റെ പുറത്താണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ, ഈ രണ്ട് വിഷയത്തിൽ, ഞാൻ പറഞ്ഞ രണ്ട് വിഷയത്തിലും നമ്മളെ മുൻഗാമികളായ മഹാന്മാർ അവർ ഇത് അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഇതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുള്ള അവസ്ഥ, പ്രയാസമുള്ള അവസ്ഥ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് ഒരുമിച്ച് മഷൂറകളും പരിശ്രമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിലുണ്ടായതാണ് പ്രാഥമിക വിദ്യാഭ്യാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ദീനിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കി തീർക്കുക, അവർക്ക് നല്ല രൂപത്തിൽ ഖുർആൻ ഓതുന്ന രൂപം ഉണ്ടാക്കി തീർക്കുക, ദീനിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മളെ സംബന്ധിച്ച് 100% എങ്ങനെ നമുക്ക് ദീൻ ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിന് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയം. കൂടാതെ ഇവിടെ 2 രൂപത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മളുടെ സ്റ്റേജ് പ്രോഗ്രാം, അതിലൊന്ന് മക്തബിൻ്റെ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു. മഹല്ലുമായി ബന്ധപ്പെട്ട വിഷയം, അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. മഹല്ല് വളരെ പ്രധാനമാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ച്, ദാറുൽ ഉലൂമിൻ്റെ സന്തതികളെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ ദഅവത്തിൻ്റെ വിഷയത്തിൽ, നമ്മൾ താലീമിൻ്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ്. മാഷാ അല്ലാഹ്, ഇനിയും നമുക്ക് ഒരുപാട് മുൻപിലേക്ക് പോകാനുണ്ട്. നമ്മളുടെ മഹല്ലിൻ്റെ വിഷയങ്ങളിലും നമ്മൾ ഒരുപാട് ഖിദ്മാത്തുകൾ മാഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് വളരെ ഭംഗിയായ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പരസ്പരം നമ്മൾ മഷൂറ ചെയ്യുകയും പരസ്പരം നമ്മൾ ആലോചിക്കുകയും പരസ്പരം നമ്മൾ സഹകരിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് വലിയ രൂപത്തിൽ, വളരെ നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല തർത്തീബായ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇൽഹാദുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയങ്ങളിലും നമുക്ക് എന്ത് വേണ്ടതുണ്ട്? ആലിമീങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. അതിൻ്റെ ദഅവത്ത് നടക്കണം, അതിൻ്റെ ഇടയിലുള്ള പരിശ്രമങ്ങൾ നടക്കണം. നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, നമ്മളുടെ മക്കളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ ശരിയാക്കേണ്ടതുണ്ട്, ദൂരീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങളെക്കുറിച്ചാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ഈ മജ്ലിസിൽ പരിപാടികൾ നടക്കാൻ പോകുന്നത്. എല്ലാവരും അതിൻ്റെ സമയക്രമങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും നമ്മൾ ചെയ്യണം. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുകാരെ കാണാം, പരസ്പരം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ട ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. കൂടാതെ രണ്ടാമതായിട്ട് നമ്മൾ എക്സ്പോ ചെയ്തിട്ടുണ്ട്. എക്സ്പോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജാമിയത്തുൽ കൗസരിയ എന്ന നമ്മുടെ മദ്രസനെ ഒന്ന് നമ്മൾ ഇത്രയും ഒരുപാട് അതിഥികൾ നമ്മുടെ അടുത്ത് വരികയല്ലേ, അപ്പം നമുക്ക് അതെങ്ങനെ നമ്മളെ മദ്രസനെ കുറിച്ച് പരിചയപ്പെടുത്താൻ സാധിക്കും എന്ന് നമുക്ക് ഫിക്കറുണ്ടായി. അപ്പോൾ നമ്മളുടെ മുഴുവൻ ശോഭകളെയും, ഓരോ ശോഭകളുടെയും അതാത് ശോഭന ഉത്തരവാദിത്വത്തിലുള്ളവർ ആ ശോഭനെക്കുറിച്ച് പരിചയപ്പെടുത്തട്ടെ എന്നുള്ള നമ്മളുടെ ഫിക്കർ, നമ്മുടെ ഉസ്താദന്മാരുടെ മഷൂറ, അത് പ്രകാരം ഓരോ ശോഭനയും നമ്മൾ ഓരോ സ്റ്റാളുകളാക്കി ചെയ്തുകൊണ്ട്, ഓരോ തർത്തീബുകളും ചെയ്ത്, ഓരോ ഉത്തരവാദിത്തപ്പെട്ടവരെ ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ആ ശോഭ നടക്കുന്നത് എങ്ങനെയാണെന്ന് അതിനെ ലൈവായിട്ട് കാണിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അൽഹംദുലില്ലാഹ്, നമ്മളിതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മദ്രസകളെക്കുറിച്ച് ജനങ്ങൾക്ക് ഇത് വ്യക്തമായ രൂപമുണ്ടാവണം. മദ്രസയിൽ എന്താണ് നടക്കുന്നത്? എല്ലാവർക്കും തോന്നുകയാണ് മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കുട്ടികളും ഉസ്താദന്മാരും, ഒരിക്കലുമല്ല. ഓരോ നാടിനും മദ്രസയാണ് ജീവൻ. ആ മദ്രസയിൽ നടക്കുന്ന പരിപാടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ. അവിടെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൂടാതെ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ആവശ്യങ്ങൾ ആ മദ്രസയിൽ കൂടെ പൂർത്തിയാവും. അതാണ് നടക്കുന്നതെന്ന് വ്യക്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം, നല്ല രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തിൽ, ഒരു വലിയ രൂപത്തിൽ, അതിനെ ഏറ്റവും നല്ല ഭംഗിയായ രൂപത്തിൽ നമുക്ക് ജനങ്ങൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഒന്ന് സാമ്പിൾ നോക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.
നിങ്ങൾ കാണണം, പരിപാടികളൊക്കെ കാണണം, നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് മുന്നിലേക്ക് ഒരുപാട് ഐഡിയകളുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അവർ അതിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ വെച്ചിട്ട് നമുക്ക് പരസ്പരം പറയാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ മഹല്ലുകളിൽ പരിശ്രമിക്കുന്ന വിഷയത്തിൽ ആ വിഷയങ്ങളിലും പരസ്പരം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആലിമീങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനൽ ഡിസ്കഷൻസാണ് കൂടുതൽ ഇവിടെ പ്രോഗ്രാമുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. പാനൽ ഡിസ്കഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ ചോദ്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ എഴുതി സ്റ്റേജിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ചോദ്യം എടുക്കുകയും ആ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടികൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി തന്നെ കാര്യങ്ങളെ തർത്തീബാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പരിശ്രമങ്ങളെ പരിപൂർണമായ രൂപത്തിൽ കബൂൽ ചെയ്യട്ടെ. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഒരുപാട് ഉസ്താദന്മാർ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഒരുപാട് മുതിർന്നവർ, നമ്മളെ മദർസനെ സ്നേഹിക്കുന്നവർ, മദാരിസുകളെ സ്നേഹിക്കുന്നവർ, മദർസയായി ബന്ധപ്പെട്ടവർ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവർ, നമ്മുടെ മദർസകളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ യാത്രകളെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത് ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു തുടക്കമാവട്ടെ. ഇതൊരു 50 വർഷത്തിൻ്റെ പ്രോഗ്രാം. ഇത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ 4 ആൾ കൂടലല്ല, ഒരു 10 പേര് നമ്മൾ ചെയ്യുന്ന ഫിക്കറിന് വേണ്ടി തയ്യാറാവലാണ് നമ്മളുടെ ആവശ്യം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ മജ്ലിസുകളും നമ്മളുടെ അങ്ങനെ ആവണം. ആ മജ്ലിസുകളെ നമുക്ക് ആൾക്കാരെ തയ്യാറാക്കി ആ പ്രോഗ്രാമിന് വേണ്ടി മുമ്പിലേക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ വേണം, എന്തൊക്കെ സെറ്റപ്പുകൾ വേണം, തർത്തീബുകൾ മുമ്പിലേക്ക് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതിൻ്റെ ജമാഅത്തുകൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് നമ്മളുടെ വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ച് ദാറുൽ ഉലൂമിൻ്റെ വളരെ മുതിർന്ന ഉസ്താദന്മാർ എത്രയോ തവണ നമ്മൾ അവരടുത്ത് പോയി വരാൻ പറ്റൂല എന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ് എല്ലാവരും തന്നെ വരാനും വേണ്ടി തയ്യാറായി. വലിയ ഭാഗ്യമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള വലിയ കരുണയാണ്. നമുക്ക് ഭാഗ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഉസ്താദന്മാർ മൗലാന അബ്ദുൽ ഖാലിഖ് മദ്രാസി സാഹിബ് അല്ല ഇന്നലെ തന്നെ മാഷാ അല്ലാഹ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഇന്ന് മുഹത്തമിൻ സാഹിബ് ഇൻഷാ അല്ലാഹ് വൈകിട്ട് വരും. മുഹത്തമിൻ സാഹിബ് ഇന്ന് ഏറ്റവും കൂടുതൽ മുഹത്തമിൻ സാഹിബ് യാത്ര ചെയ്യുന്നത് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്, ഖതമുൻ നുബുവത്തിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് മുഹത്തമിൻ സാഹിബ് പുറത്ത് യാത്ര ചെയ്യുന്നത്. ഒരുപാട് മാധുരികൾ അവർക്കുണ്ട് സ്വന്തമായിട്ട്. അവരുടെ വീടുകളിൽ പ്രയാസങ്ങൾ, എത്രയോ പ്രയാസങ്ങളോടുകൂടി അവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയാണ് ഈ വിഷയങ്ങൾക്ക് വേണ്ടി. നമ്മളതിനെ ഖദർ ചെയ്യണം, അതിനെ നമ്മൾ ഉപയോഗിക്കണം ഇൻഷാ അല്ലാഹ്. മുഹത്തമിൻ സാഹിബിൻ്റെ പരിപാടി വൈകിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഖതമുൻ നുബുവത്തിൻ്റെ വിഷയത്തിനെ കുറിച്ചും പ്രോഗ്രാമുകൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മളതിൽ ഓരോന്നിലും പങ്കെടുക്കുകയും നമുക്ക് തിരിച്ച് നമ്മുടെ നാടുകളിലേക്ക് പോയാൽ ഈ പ്രോഗ്രാമുകൾ നമ്മളെ ജില്ലയിൽ, നമ്മളെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ മദ്രസൻ്റെ ഭാഗത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ അലുമിനി, നമ്മളുടെ ഉലമാക്കളുടെ കൂട്ടായ്മയുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ ഈ കാര്യം ചെയ്യാൻ പറ്റും. ഓരോ കാര്യത്തിനും നമ്മുടെ അടുത്ത് ഓരോ ജമാഅത്തുകൾ വേണം. നമുക്ക് എല്ലാത്തിനും മർജ ചെയ്യാൻ, കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ, കാര്യങ്ങൾ പറയാൻ, നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം വളരെ ഭംഗിയായി, സ്ട്രോങ് ആയി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം. ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കണം. ആർക്കും തോന്നരുത് ഇത് പഴഞ്ചന്മാരാണ്, ഇത് പഴയ ആൾക്കാരാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ആൾക്കാർ കളിയാക്കുകയാണ്, നമ്മളെ ദീനിനെ തമാശയാക്കുകയാണ്. പലപ്പോഴും എത്രയോ കാര്യങ്ങൾ കേൾക്കുമ്പം ഭയങ്കര സങ്കടം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം നമുക്ക് വഴികൾ തരും. നമ്മൾ ഫിക്കർ ചെയ്ത് ഒറ്റ മനസ്സോടുകൂടി നമ്മൾ ഈ കാര്യത്തിനും വേണ്ടി ജമാഅത്തുകളെടുത്ത് തയ്യാറാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, അവർക്ക് വേണ്ട മുമ്പിലേക്കുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട മഷൂറകൾ നമ്മൾ തയ്യാറാക്കുക ചെയ്താൽ ഇൻഷാ അല്ലാഹ് സുബ്ഹാന ഇൻഷാ അല്ലാഹ് നമുക്കൊരു വലിയ രൂപത്തിലുള്ള പരിശ്രമം മുമ്പിലോട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ഈ 2 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ആകെ ചുരുക്കം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ ഭാഗത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് വലിയ രൂപത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ സാധിച്ചിട്ടില്ല. വലിയ ഭംഗിയായ രൂപത്തിൽ നിങ്ങളെ ഇക്റാം ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനോ നമ്മളുടെ ചെറിയ സൗകര്യത്തിന് പേരിൽ സാധിച്ചില്ല എന്ന് വരും. നിങ്ങളതിനെ മാപ്പാക്കണം. നിങ്ങൾ വന്നതിന് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കൂലി, വലിയ പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളെ ത്യാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ ഹിദായത്തുണ്ടാകാൻ കാരണമാക്കട്ടെ.
ഒറ്റ വാക്കിൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.